ഇന്ന് രാവിലെ ഏറെ സങ്കടപ്പെടുത്തുന്ന വേദനിപ്പിക്കുന്ന ഒരു വാർത്തയിലേക്കാണ് കേരളം ഉണർന്നത്. തൃശൂരിൽ കെട്ടിടം തകർന്ന 3 പേർക്ക് ദാരുണാന്ത്യം. തൃശൂർ കൊടകരയിൽ പഴയ കെട്ടിടം ഇടിഞ്ഞു വീണ് 3 പേർക്ക് ദാരുണാന്ത്യം. പശ്ചിമബംഗാൾ സ്വദേശികളായ രൂപൽ, രാഹുൽ, അലിം എന്നിവരാണ് മരിച്ചത്. ഈ കെട്ടിടത്തിന് ഫിറ്റ്നസ് ഉണ്ടോ എന്ന കാര്യത്തിൽ ഉൾപ്പെടെ ഇപ്പോൾ പരിശോധന തുടരുകയാണ്. MS ലിഷോയാണ് നമുക്കൊപ്പം വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന് ചേരുന്നത്. ലിഷോയ്, ഇപ്പോൾ ഫയർഫോഴ്സ് അവിടെ എത്തിയിട്ടുണ്ട്, ജില്ലാ കളക്ടറും ആ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഈ അപകട കാരണം കെട്ടിടത്തിന്റെ കാലപ്പഴക്കമാണോ? തീർച്ചയായും കെട്ടിടത്തിന്റെ കാലപ്പഴക്കം തന്നെയാണ് അപകട കാരണം എന്നുള്ളതാണ് പ്രാഥമികമായ നിഗമനമായി ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും ജില്ലാ കളക്ടറും വ്യക്തമാക്കിയത്. 50 വർഷത്തിലധികം പഴക്കമുണ്ട് ഈ കെട്ടിടത്തിന്. കെട്ടിടത്തിന്റെ വശങ്ങളിലൂടെയെല്ലാം തന്നെ വെള്ളം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കൂടാതെ ഈ കെട്ടിടത്തിന്റെ ചുമരുകൾ അത് കുതിർന്ന നിലയിലായിരുന്നു. അതൊക്കെ തന്നെയാണ് ഈ അപകടത്തിന് കാരണം എന്നുള്ളതാണ് പ്രാഥമികമായ നിഗമനം. ഇവിടെ 12 അതിഥി തൊഴിലാളികളാണ് നിലവിൽ അവിടെ താമസിച്ചിരുന്നത്. പക്ഷേ അവിടെ ഉള്ള പരിസരവാസികളെല്ലാമായി നമ്മൾ സംസാരിച്ചപ്പോൾ ഏകദേശം 25-ലധികം തൊഴിലാളികൾ അവിടെ നേരത്തെയൊക്കെ തന്നെ താമസിച്ചിട്ടുണ്ടായിരുന്നു. ഈ കൂട്ടത്തിൽ പലരും ഈ ഒരു സമയത്ത് നാട്ടിലേക്ക് പോയതിനാലാണ് വലിയൊരു ദുരന്തം ഒഴിവായത്. അല്ലായിരുന്നെങ്കിൽ ഇതിൽ കൂടുതൽ ആളുകൾ ഈ അപകടത്തിൽപ്പെട്ടേനെ എന്നുള്ളതാണ് അവിടുത്തെ ഈ തൊഴിലാളികൾ താമസിക്കുന്നതിന് തൊട്ടടുത്തുള്ള ബിൽഡിങ്ങുകളുടെ എല്ലാം തന്നെ ആളുകൾ നമ്മളോട് പ്രതികരിച്ചത്. കൂടാതെ 3 പേരാണ് ഈ ഒരു അപകടത്തിൽ മണ്ണിനടിയിൽപ്പെട്ടിരുന്നത്. രൂപൽ, രാഹുൽ, അതിനോടൊപ്പം തന്നെ അലിം എന്ന് പറയുന്ന 3 പേരാണ് പെട്ടിരുന്നത്. ഇവർ ഈ കെട്ടിടം ഇടിഞ്ഞു വീഴുന്ന സമയത്ത് അതിനുള്ളിൽ നിന്ന് ഓടി രക്ഷപ്പെടാനായി കഴിഞ്ഞിരുന്നില്ല. അവർ മണ്ണിനടിയിൽപ്പെട്ടു. ഏകദേശം 2.5 മണിക്കൂറോളം പരിശ്രമിച്ച ശേഷമാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് 3 പേരുടെയും ദേഹം അവിടെ നിന്ന് പുറത്തേക്കെടുക്കാനായി സാധിച്ചത്. ആദ്യം രാഹുലിന് ചെറിയ ഹൃദയമിടിപ്പ് ഉണ്ടായിരുന്നു എങ്കിൽ പോലും പക്ഷേ ആശുപത്രിയിലേക്ക് എത്തിച്ച് വിദഗ്ധ ചികിത്സ നൽകുന്നതിന് മുൻപേ തന്നെ രാഹുൽ മരണമടയുകയും ചെയ്തു. 3 പേർക്കും ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു. ഈ കെട്ടിടത്തിന്റെ ഫിറ്റ്നസ് സംബന്ധിച്ച് നമ്മൾ ജില്ലാ കളക്ടറോട് ചോദിച്ചപ്പോൾ ജില്ലാ കളക്ടർ പറഞ്ഞത് ഈ മഴക്കാലത്തിന് മുൻപായി തന്നെ ജില്ലയിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോടും ഇത്തരത്തിലുള്ള കാലപ്പഴക്കം ചെന്ന ഏതെങ്കിലും തരത്തിൽ ഫിറ്റ്നസ് കുറവുള്ള കെട്ടിടങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ തന്നെ ഒരു കൃത്യമായ കണക്ക് രേഖപ്പെടുത്തണം. ജില്ലാ കളക്ടർ തന്നെ പറയുന്നുണ്ട് കൃത്യമായ പരിശോധനകളൊക്കെ മഴയെത്തും മുൻപ് നടത്തിയിരുന്നു. പിന്നെ എന്താണ് ഈ അപകടത്തിന് കാരണമെന്ന ചോദ്യമുണ്ട്. 17 പേരാണ്, 15-ൽ കൂടുതൽ ആളുകൾ അവിടെ താമസിച്ചു വരികയായിരുന്നു. ഒരാളിൽ നിന്ന് 1000 രൂപ വാടക ഈടാക്കിയിരുന്നു. അത്രയും 50 വർഷത്തോളം കാലപ്പഴക്കമുണ്ട്. എന്നിട്ട് എന്തുകൊണ്ട് പരിശോധനകളൊക്കെ നടന്നില്ല എന്ന ചോദ്യമുണ്ട്. ജില്ലാ കളക്ടറുടെ പ്രതികരണത്തിലേക്ക് കൂടി പോകാം. ഈ ബിൽഡിംഗ് നല്ല ഒരുപാട് പഴക്കം ചെന്ന ബിൽഡിംഗ് ആണ്. രാവിലെ അപകടം ഉണ്ടായപ്പോഴത്തേക്കും 14 പേര് ഓടി രക്ഷപ്പെട്ടു. ബാക്കി 3 പേരാണ് ഇതിലകപ്പെട്ടത്. ഫയർഫോഴ്സും പോലീസും എല്ലാവരും കൂടെ ചേർന്നിട്ട് അവരെ രക്ഷിക്കാൻ വേണ്ടി നോക്കി. പക്ഷെ അവർ 3 പേരും മരണപ്പെട്ടു എന്നുള്ള ദുഃഖകരമായിട്ടുള്ള കാര്യമാണ് നമ്മളിപ്പോൾ അറിയുന്നത്. നമ്മൾ ഇതിൻ്റെ അന്വേഷണം നടത്തും. കൂടാതെ തന്നെ മറ്റ് സ്ഥലങ്ങളിലും നമ്മൾ ഇൻസ്പെക്ഷൻ നടത്തും. നമ്മൾ ജോയിന്റ് ഡയറക്ടർ LSCDയോട് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അവർ ഹോസ്പിറ്റലിലാണുള്ളത്. കൊടകരയിൽ തന്നെ ഉള്ള ഒരു സ്വകാര്യ ഹോസ്പിറ്റലാണുള്ളത്. ബോഡി നാട്ടിലേക്ക് എത്തിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഗവൺമെൻറ് ചെയ്തു കൊടുക്കും. പിന്നെ അവർക്ക് എന്താണോ കോമ്പൻസേഷൻ കൊടുക്കേണ്ടത് അതിൻ്റെ കാര്യത്തിൽ നമ്മൾ വേഗത്തിലാക്കും.